all. അപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററി അഥവാ ലോക ചരിത്രത്തെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലേ? ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ആൻഷ്യന്റ് പീരീഡ് അഥവാ പ്രാചീന കാലം. സെക്കൻഡ് വൺ ഇസ് മിഡീവൽ പീരീഡ് അഥവാ മധ്യകാലം. തേർഡ് വൺ ഇസ് മോഡേൺ പീരീഡ് അഥവാ ആധുനിക കാലം. അപ്പോൾ എന്തിന്റെ ബേസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കൊടുത്തിരിക്കുന്നത് കൂടെ നോക്കാം. അതായത് CE 5ാം നൂറ്റാണ്ടിന് മുന്നേ ഉള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻഷ്യന്റ് പീരീഡ് അഥവാ പ്രാചീന കാലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിഡീവൽ പീരീഡ് അഥവാ മധ്യകാലം എന്ന് പറയുന്ന സമയത്ത് CE 5ാം നൂറ്റാണ്ടിന്റെയും 15ാം നൂറ്റാണ്ടിന്റെയും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മധ്യകാലം അഥവാ മിഡീവൽ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി 15ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡേൺ പീരീഡ് അഥവാ ആധുനിക കാലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ആരൊക്കെ? ഫ്ലാവിയോ ബിയോണ്ടോയും അതുപോലെ തന്നെ ലിയോണാർഡോ ബ്രൂണിയും. അപ്പൊ നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഈ രണ്ട് വ്യക്തികളെ മറന്നു പോവാതെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതാണ് എന്ത് വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ റേസിന്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.